ഹലോ, വെൽക്കം ടു അഡ്രിനാലിൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബയോകെമിസ്ട്രിയിലെ ഒരു കുഞ്ഞു ടോപ്പിക്കാണ് ഒബിസിറ്റി. അപ്പോൾ നമുക്ക് ഈ ടോപ്പിക്കിലൂടെ ഒന്ന് ഓടിച്ചു പോകാം. ഓക്കെ, അബ്നോർമൽ എക്സസീവ് ഡെപ്പോസിഷൻ ഓഫ് ഫാറ്റ് ഇൻ ദ ബോഡിയാണ് ഒബിസിറ്റി എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇറ്റ് ഈസ് ഡ്യൂ ടു ഇൻക്രീസ്ഡ് സൈസ് ഓർ ഇൻക്രീസ്ഡ് നമ്പർ ഓഫ് അഡിപ്പോസൈറ്റ്സ്. ഓക്കെ, ഹൈപ്പർട്രോഫി ഓർ ഹൈപ്പർ പ്ലേസിയ ഓഫ് അഡിപ്പോസൈറ്റ്സ് കാരണമാണ് ഈ ഒബിസിറ്റി വരുന്നത്. ഓക്കെ, ഓവർ വെയ്റ്റിൻ്റെ മേജർ കോസ് എന്ന് പറയുന്നത് ഒബിസിറ്റിയാണ്. then നമ്മൾ നോക്കാൻ പോകുന്നത് കോസസ് ഓഫ് ഒബിസിറ്റിയാണ്. ഓക്കെ, ക്രോണിക് ഇംബാലൻസ് ബിറ്റ്വീൻ എനർജി ഇൻടേക്ക് ആൻഡ് എനർജി എക്സ്പെൻഡിച്ചർ ആണ് ഓക്കെ ഒരു മേജർ കോസ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സസീവായിട്ടുള്ള കലോറി കൺസ്യൂം ചെയ്യുക, ബോഡിൻ്റെ നീഡിന് അധികമായിട്ട് കലോറി കൺസ്യൂം ചെയ്യുക, അതുപോലെ ഫിസിക്കൽ ആക്ടിവിറ്റിയിലൊക്കെ ഉള്ള ലാക്ക്, ഇതൊക്കെ കാരണം ഒബിസിറ്റി വരാം. പിന്നെ ജനറ്റിക് ഫാക്ടേഴ്സാണ് സെക്കൻഡ് വൺ വരുന്നത്. ജനറ്റിക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഹെറിഡിറ്ററി ആയിട്ട് ഒബിസിറ്റി വരാം. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഹോർമോണൽ ഡിസോർഡേഴ്സ് ആയിട്ടുള്ള ഹൈപ്പോതൈറോയിഡിസം, ഹൈപ്പോഗൊണാഡിസം, കുഷിംഗ് സിൻഡ്രോം, ഹൈപ്പോപിറ്റ്യൂട്ടറിസം, ഇങ്ങനത്തെ ഡിസീസസ് കാരണം ഒബിസിറ്റി വരാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അസസ്മെൻറ്റ് ഓഫ് ഒബിസിറ്റി. അസസ്മെൻറ്റ് ഓഫ് ഒബിസിറ്റി രണ്ട് തരത്തിലാണ്. ഒന്ന് BMI വെച്ച് നോക്കാം, അതുപോലെ രണ്ടാമത്താണെങ്കിൽ സ്കിൻ ഫോൾഡ് തിക്നെസ്. ഓക്കെ, BMI കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെയിറ്റ് ബൈ ഹൈറ്റ് സ്ക്വയർ ആണ്. വെയിറ്റ് ഇൻ കിലോഗ്രാം, ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ ആണ്. ഇതിൻ്റെ വാല്യൂ വെച്ച് ഒബിസിറ്റിനെ അസസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 18.5-നും 24-നും ഇടയിലാണെങ്കിൽ നോർമലാണ്. ഓക്കെ, 25 to 29 ആണെങ്കിൽ ഓവർ വെയിറ്റ് ആണ് പേഴ്സൺ. ഓക്കെ, ഗ്രേറ്റർ ദാൻ 30 ആണെങ്കിൽ ദ പേഴ്സൺ ഈസ് ഒബീസ്. ഓക്കെ, പേഴ്സൺ ഒബീസ് ആണ്. ഓക്കെ, ഇങ്ങനെ BMI വെച്ചിട്ട് നമുക്ക് ഒബിസിറ്റി അസൈസ് ചെയ്യാം. ഓക്കെ, രണ്ടാമത്താണ് സ്കിൻ ഫോൾഡ് തിക്നെസ്. ഓക്കെ, ലാർജ് പ്രൊപ്പോർഷൻ ഓഫ് ബോഡി ഫാറ്റ് എന്ന് പറയുന്നത് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് സബ്ക്യൂട്ടേനിയസ്ലി ആണ്. അതുകൊണ്ട് തന്നെ മെഷർമെൻറ്റ് ഓഫ് സ്കിൻ ഫോൾഡ് തിക്നെസ് ഈസ് യൂസ്ഡ് ആസ് എ റാപ്പിഡ് ആൻഡ് നോൺ ഇൻവേസീവ് മെത്തേഡ് ഫോർ ദ അസസ്മെൻറ്റ് ഓഫ് ബോഡി ഫാറ്റ്. ബോഡി ഫാറ്റിനെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്കിൻ ഫോൾഡ് തിക്നെസ് വെച്ച് നോക്കാം. കാരണം സബ്ക്യൂട്ടേനിയസ്ലി ആണ് കൂടുതൽ ബോഡി ഫാറ്റും ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് നമുക്ക് പറയാനുള്ളത് കോംപ്ലിക്കേഷൻസ് ആണ്. ഓക്കെ, കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒബിസിറ്റി കാരണം ടൈപ്പ് 2 ഡയബറ്റീസ് മെലിറ്റസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ കൊറോണറി ഹാർട്ട് ഡിസീസ്, അതിറോസ്ക്ലിറോസിസ്, ഹൈപ്പർടെൻസീവ് ഡിസോർഡേഴ്സ് ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഫംഗൽ ഇൻഫെക്ഷൻസിന് സാധ്യതയുണ്ട്. അതുപോലെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, ഇങ്ങനത്തെ ഡിസോർഡേഴ്സ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഇത്രയാണ് കോംപ്ലിക്കേഷൻസ് ഓഫ് ഒബിസിറ്റി എന്ന് പറയുന്നത്. ലാസ്റ്റ് മാനേജ്മെൻറ്റും കൂടെ നോക്കാം. ഓക്കെ, മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ്, വെയിറ്റ് റിഡക്ഷൻ ചെയ്യാം, അതുപോലെ കൺട്രോൾഡ് ആയിട്ടുള്ള എക്സസൈസ് ചെയ്യാം, അതുപോലെ റിഡക്ഷൻ ഓഫ് കലോറി ഇൻടേക്ക് റെഡ്യൂസ് ചെയ്യാം, അതുപോലെ തന്നെ സ്മോൾ ആയിട്ടുള്ള മീൽ എടുക്കാം, കൂടുതലായിട്ട് ഡയറ്ററി ഫൈബേഴ്സ് ഇൻവോൾവ് ചെയ്യാൻ ശ്രമിക്കുക ഈ മീൽസിലേക്കെല്ലാം. ഇങ്ങനെയൊക്കെ നമുക്ക് ഒബിസിറ്റീനെ മാനേജ് ചെയ്യാം. ഓക്കെ, ഇതൊരു ഷോർട്ടായിട്ടുള്ള ടോപ്പിക്കാണ്. ഓക്കെ, അതിൻ്റെ കോസസ്, അസസ്മെൻറ്റ്, പിന്നെ കോംപ്ലിക്കേഷൻസ്, മാനേജ്മെൻറ്റ്, ഇത്രയും കാര്യങ്ങളെങ്കിലും ഒന്ന് ഓടിച്ച് നോക്കിയിരിക്കുക. ഓക്കെ, താങ്ക് യു.